ഗവർണറുടെ നിലപാട് സ്വാഗതാർഹമല്ല. ഗവർണറുടെ നിലപാട് ഭരണഘടനയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളതല്ല. ഭരണഘടനയെ മുറുകെ പിടിക്കാനും അതിൻ്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിക്കാനുമുള്ള ബാധ്യത ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഏതൊരാൾക്കും സവിശേഷമായുണ്ട്. എല്ലാ പൗരർക്കുമുണ്ട്, എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്നവർക്ക് സവിശേഷമായ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം വിശദീകരിച്ചത് കോടതിക്ക് എന്ത് അധികാരമെന്നാണ്. കോടതിക്കാണ് അധികാരം. സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം എന്താണ് ഭരണഘടന നിശ്ചയിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അധികാരം, ഇന്ത്യൻ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള അധികാരം അത് ഗവർണർമാർക്കുള്ളതല്ല. അത് പ്രധാനമായിട്ടുമുള്ളത് ഇന്ത്യയുടെ സുപ്രീം കോടതിക്കുള്ളതാണ്. ഇൻ്റർപ്രട്ടേഷനാണ്. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ നിശബ്ദതയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ്. ഭരണഘടനയുടെ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നിശബ്ദമായിരിക്കും ചില കാര്യങ്ങളിൽ. അത് ഒരു വിസ്ഡം അനുസരിച്ച് നടക്കും, ഗുഡ് ഫെയ്ത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന സതുദ്ദേശത്തോടു കൂടി ഭരണഘടനാ നിർമ്മാതാക്കൾ ആ നിശബ്ദത അവിടെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. ആ നിശബ്ദതയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നിശ്ചിതമായൊരു കാലം ഗവർണർക്കില്ല. ഒരു ബില്ലിൽ, നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിന്മേൽ ഉത്തരവിടാൻ അല്ലെങ്കിൽ ഒപ്പിടാനുള്ള നിശ്ചിതമായൊരു കാലയളവ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ഗവർണർക്കില്ല, രാഷ്ട്രപതിക്കില്ല. അവിടെ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് കൽപ്പാന്ത കാലത്തോളം ഞങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കാൻ അധികാരമുണ്ട് എന്ന് ഗവർണർമാർ വ്യാഖ്യാനിച്ചത്. അത് ദുർവ്യാഖ്യാനമാണ്. ഭരണഘടനാ നിശബ്ദതയെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അതിനെ ശരിയായി വ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. ഇതാദ്യമല്ലല്ലോ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതാദ്യത്തെ സംഭവവുമല്ല. 1994 വളരെ പ്രധാനപ്പെട്ട SR ബൊമ്മ കേസിൻ്റെ വിധി വരുന്നത്. ആ വിധി ഇതുപോലെ തന്നെയുള്ള ഒരു ദുർവ്യാഖ്യാനം, ആ ദുർവ്യാഖ്യാനത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളുടെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ച വിധിയായിരുന്നു. ആർട്ടിക്കിൾ 356 356 ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നു. ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ആ ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഇടപെട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ട് എന്ന് 356 പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ അവർ പുറത്താക്കിക്കൊണ്ടേയിരുന്നു. 1957 EMSൻ്റെ ഗവൺമെൻറ് തന്നെ അതിന് ഉദാഹരണമല്ലേ. അന്ന് കോൺഗ്രസ് ആയിരുന്നു ആ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തത്. 1994 SR ബൊമ്മ കേസിൽ അത് സംബന്ധിച്ച് വിധി വന്നു. എന്താ ഉണ്ടായി? ഇതുപോലെ തന്നെയാണ്. ഭരണഘടനയുടെ 356 ശരിയായ നിലയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു SR ബൊമ്മ കേസിൽ സുപ്രീം കോടതി. ഇവിടെ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തെ, അതിൽ ഉൾച്ചേർന്നിരുന്ന നിശബ്ദതയെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസിനെ വളരെ കൃത്യമായി, അത് കൽപ്പാന്ത കാലത്തോളമുള്ള ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ ഉദ്ദേശമല്ല ഭരണഘടന ഉദ്ദേശിക്കുന്നതെന്നും നിങ്ങളിവിടെ ഒരു ശരിയായ നിശ്ചിത കാലയളവിനുള്ളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ, നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മുകളിൽ അടയിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നും അതിനൊരു സമയപരിധി ഉണ്ടെന്നും ആ സൈലൻസിനെ വളരെ അവധാനതയോടെ ഭരണഘടനയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്ന ഈ വിധി. അപ്പോൾ ഭരണഘടനയുടെ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാരമാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കൃത്യമായ അവരുടെ അധികാരവും അവരുടെ കടമയുമാണ് സുപ്രീം കോടതി നിർവഹിച്ചത്. ചരിത്രപരമാണ് ഈ വിധി. അതിനെ തുടർന്ന് വിധി അന്ന് പറഞ്ഞപ്പോൾ തന്നെ ചരിത്രപരമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ വിധിയുടെ പൂർണ്ണ പകർപ്പ് പുറത്തു വരുമ്പോൾ അതിലേറെ ശക്തമാണ്. സമീപകാലങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പായിട്ട് ഇതിനെ കാണണം. അതിൻ്റെ തുടർച്ചയിലാണിന്ന് തമിഴ്നാട് ഗവൺമെൻറ്, തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയ ബില്ലുകളെല്ലാം ഇന്ന് നിയമമായി അവർ ഉത്തരവിറക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിധിയാണ്. അതുകൊണ്ട് അതിലൂടെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഭരണഘടനയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം മുന്നിട്ടിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അങ്ങനെയൊരു പഴയ ഗവർണർ ഞാൻ ഇദ്ദേഹത്തോട് ഇപ്പോൾ അത് അങ്ങനെ അതിനൊരു മറുപടി ഇമ്മച്ചറാണ് വരട്ടെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പുതിയ ഗവർണർ വന്നതിന് ശേഷം എല്ലാവരെയും കാണാനും
ഞാൻ പഴയ പാതയിലായിരിക്കില്ല, ഗവൺമെൻറ്റിനെ സഹായിക്കലായിരിക്കും എൻ്റെ ഉത്തരവാദിത്വമെന്നാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു അഭിപ്രായം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിൽ അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് ശരിയല്ല.